എന്നുള്ളത് അത്യന്തം ലജ്ജാകരമാണെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. ഈ സമരം ഇവർക്കെതിരെയുള്ള സമരമാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് സംരക്ഷിച്ചുകൊണ്ട് ഈ വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് വലിയ സമരത്തിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. NRCCA ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടപ്പോ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് ആദ്യമായി ഓടിച്ചെന്ന പാർട്ടി മുസ്ലിം ലീഗായിരുന്നു. ആ മുസ്ലിം ലീഗ് പിടിച്ചിട്ടുള്ള ആ കേസിന്റെ പേരിലാണ് ഇന്നും ആ ബില്ലിന് നിയമമായി തുടരാൻ RSSന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ബില്ലും ഈ നിയമവും ഞങ്ങൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ പോയി ഞങ്ങൾക്ക് അനുകൂലമായി നേടിയെടുക്കുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ലീഗ് അതിന് ഐതിഹാസികമായ നേതൃത്വം നൽകുകയല്ല, നിയമപരമായി രാഷ്ട്രീയപരമായി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 16 തീയതി അതിന്റെ വിധി ഇന്ത്യയുടെ സുപ്രീം കോടതിയിലേക്ക് അത് ചർച്ചയ്ക്ക് വരികയാണ്. എന്റെ സംരക്ഷണിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ അനുകൂലമായി നമുക്കൊരു വിധി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അത് ഉൾപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധമാണ്. റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെങ്കിലും ഈ ഇതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് RSSന്റെ ഈ തിട്ടൂരത്തെ അതിനെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് 16 തീയതി കോഴിക്കോട് വലിയ ജനകീയമായ മഹാറാലി സംഘടിപ്പിക്കുകയാണ്. ആ മഹാറാലിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് സൂചിപ്പിക്കുന്നത്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഇവർക്ക് തുടങ്ങാൻ നിൽക്കുന്ന ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ അണിചേരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ കാഴ്ചക്കാരാവാതെ ഈ പരിപാടി അണിനിരക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. നമ്മുടെ നൈറ്റ് മാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും റോഡിന്റെ ഈ ഇടതു സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാ പ്രവർത്തകന്മാരും റോഡിന്റെ ഈ ഇടതു സൈഡിലേക്ക് മാറി നിന്ന് നമ്മുടെ നൈറ്റ് മാച്ച് ആരംഭിക്കുകയാണ്. മുഴുവൻ പ്രവർത്തകന്മാരും ഈ നൈറ്റ് വാഹനത്തിലേക്ക് അടുത്തേക്ക് വരണം. ഞങ്ങളുടെ മാർച്ച് കൃത്യം 7:45 ഇവിടുന്ന് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് നമ്മളുടെ ഈ വകുപ്പ് ഭേദഗതി ബില്ലുമായി സംബന്ധിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട കമറുദ്ദീൻ പരപ്പി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനാവായ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നട്ടലും കരുത്തുമായിട്ടുള്ള സംഘമെടുത്ത് പദയാത്രക്കാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സന്തോഷിക്കുന്ന ഈ പ്രദേശത്ത് സുഹൃത്തുമായിട്ടുള്ള താജുദ്ദീൻ സാഹിബ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. സത്യത്തിൽ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പടർന്നു പന്തലിച്ച ഒരു മരത്തെ